രാത്രി ഒരു മണി ഒക്കെ ആയപ്പോഴാണ് പണിക്കാരൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ കുടുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് പെട്ടെന്ന് ഓടി വന്ന് അവിടെ വില്ലേജ് ഓഫീസിൻ്റെ അവിടെ കുടുങ്ങി. അങ്ങനെ ഓടി വന്ന് കയറി നോക്കുമ്പോൾ പണിക്കാരൻ രക്ഷപ്പെട്ടിരുന്നു. പണിക്കാരൻ വീട്ടിലേക്കൊക്കെ വിളിച്ച് പറഞ്ഞ് ഭാര്യനെയും കുട്ടീനെയൊക്കെ നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. എന്നിട്ട് അവർ ഫോൺ വിളിച്ചു. ഞാനങ്ങനെ ഓടി കയറി നോക്കിയപ്പോൾ പണിക്കാരൻ രക്ഷപ്പെട്ടിരുന്നു. പിന്നെ ഇവിടുത്തെ അവസ്ഥ നോക്കുമ്പോൾ വളരെ കട നോക്കുമ്പോൾ മൊത്തത്തിൽ പോയിട്ടുണ്ട്. പിന്നെ പുറത്തൊക്കെ നോക്കുമ്പോൾ ആകെ ഇതാണ്. പിന്നെ രണ്ടാമത് പൊട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് ഓടി അതിൻ്റെ പുറത്തോട്ട് ഓടി കയറി. പിന്നീട് എന്തൊക്കെയാണ് നടന്നതെന്ന് ഒരു രാത്രിത്തെ ഇത് വിഷയം പറഞ്ഞാൽ ആണ്ട് കറക്റ്റ് ഓർമ്മയില്ല. അത്രയും ഭീകരമായിരുന്നു. അതെല്ലാം കണ്ട് മുണ്ടക്കൈയൊക്കെ പോയി സ്കൂളിലോട്ടൊക്കെ അവിടെ കുറച്ച് അങ്ങോട്ട് എത്തി നോക്കുമ്പോൾ ആകെ ഇതായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ നമ്മളെ ബേക്കറി യൂണിറ്റായിരുന്നു ഉണ്ടായത്. അത് മൊത്തത്തിൽ നശിച്ചു പോയി. പിന്നെ മലപ്പുറത്തുള്ളൊരു പണിക്കാരുണ്ടായിരുന്നു, മൂപ്പരൊക്കെ കഴിച്ചിലായി. ആദ്യം ഉണ്ടായ ഉരുൾപൊട്ടലിനകത്ത് കുടുങ്ങിപ്പോയല്ലേ? ആദ്യം ഉണ്ടായ ഉരുൾപൊട്ടലിൽ മൂപ്പര് അവിടെ കുടുങ്ങിപ്പോയി. അത് ഉരുൾപൊട്ട് ഈ ഷട്ടർ പൊട്ടിപ്പോയപ്പോൾ മൂപ്പര് പുറത്ത് പോയി, രക്ഷപ്പെട്ട് പുറത്ത് പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന് നോക്കുന്നത്. ഞാൻ വന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് രണ്ടാമത് പൊട്ടലുണ്ടാകുന്നത്. അല്ലെങ്കിൽ ഞാനും അതിൽ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, അവർ വിളിച്ച് ഓവൻ്റെ മുകളിലാണ് പണിക്കാരൻ ഇരിക്കേണ്ടത് പറഞ്ഞത്. അപ്പം ഞാൻ ജസ്റ്റ് കയറി ഓവൻ്റെ മുകളിൽ നോക്കിയപ്പോൾ ആളുമില്ല. അപ്പോൾ സേഫാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ തിരിച്ച് പുറത്തേക്ക് പോയി. ഓവൻ്റെ മുകളിൽ കയറി ഇരിക്കുകയാണ് ഇത് രക്ഷപ്പെടാൻ വേണ്ടി. ഓവൻ്റെ ഇത് ചളി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഓവൻ്റെ മുകളിൽ പിടിച്ച് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇതാക്കിയിട്ടാണ് ഉണ്ടായത്. നിങ്ങൾ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു രാത്രിയാണ്. എന്നാലും വന്നതിന് ശേഷം അങ്ങോട്ടൊക്കെ നോക്കിയ സമയത്ത് നിങ്ങൾ ആദ്യം കണ്ടത് എന്തൊക്കെയായിരുന്നു? ആദ്യം കണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല, ആകെ ചളി. ഇപ്പോൾ നിൽക്കണ പോലെയല്ല, നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ചളി ഫുള്ള് മുട്ടോളം ചളിയൊക്കെ ആയിട്ട് വന്ന് ആ ടൈമിൽ വന്നപ്പോൾ കുറേ കുട്ടികളും കുറേ ആൾക്കാരും ഈ വഴി രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. 1-2 കുട്ടികളൊക്കെ നമ്മൾ കൈപിടിച്ച് റോട്ടിലേക്ക് ആക്കി. എല്ലാവരും ചളിയിൽ നിന്ന് കഴിച്ചിലായവരാ. ചിലവരൊന്നും നഷ്ടപ്പെട്ട് ഈ ഭാഗത്ത് തന്നെ ഒരു 10 പേര് മിസ്സായിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. ഈ ചുറ്റുവട്ടത്ത് മാത്രം ഇതിൻ്റെ ഈ ഏരിയയിൽ മാത്രം ഒരു 10 ആൾക്കാർ മരിച്ചിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ ഈ വീടിൻ്റെ മുകൾക്ക് ആ വെള്ളത്തിൽ നിന്നും വീടിൻ്റെ മുകൾക്കിട്ട് ഒരു കുട്ടിയും ഉമ്മയൊക്കെ ഈ വീടിൻ്റെ മുകളിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. വെള്ളം കയറി വരുന്നതായി കാണുന്നത് ഈ വീടല്ലേ? മുകളിലൂടെ വരുന്നത്? മുകളിലൂടെ വരുന്നത് ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ഈ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ നിന്ന് നേരെ അടിച്ച് മുകളിലേക്ക് കയറ്റിയിട്ടുകൊണ്ട് ആ കുട്ടിയും ഉമ്മയും രക്ഷപ്പെട്ട്. അവിടുന്ന് 2 പേര് മരിച്ചു. അതിൻ്റെ അപ്പുറത്തുനിന്ന് 2 പേര് മരിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഒരുപാട് ആൾക്കാർ. പിന്നെ മുണ്ടക്കൈയൊക്കെ പറയാൻ പറ്റില്ല. ഒക്കെ നമ്മളെ അറിയുന്ന ആൾക്കാരും എന്താ പറയുക ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് എല്ലാവരും അറിയണം, പരസ്പരം എല്ലാവരും അറിയുന്ന ആൾക്കാരാണ്. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ആഘാതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക മനസ്സിൽ നിന്ന് ഇപ്പോഴും വിട്ടു പോകുന്നില്ല. കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടെന്നല്ലാതെ ആകെ ഒരു എന്താ പറയുക മാനസികമായിട്ട് നമ്മളൊരു ഇതായിട്ടില്ല ആൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ. പിന്നെ നമ്മൾ 25 കൊല്ലമായി വാപ്പയായിട്ട് തുടങ്ങിയ ബേക്കറിയാണ്. 25 കൊല്ലമായി എന്നാണ്. അത് ഇപ്പം മരിച്ചൊരു 15 കൊല്ലമായി നമ്മളായിരുന്നു നടത്തിക്കൊണ്ട് പോയിരുന്നത്. അങ്ങനെ ഒരു ഡെവലപ്പാക്കി കൊണ്ടുവരികയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ആഘാതം വന്നത്. എല്ലാം മിഷനറി കാര്യങ്ങളെല്ലാം ഞാൻ ഒരു സാധനം വസ്തു പോലും എടുക്കാനില്ല. ഒരു 10-60 ലക്ഷം റുപ്യൻ്റെ നഷ്ടം അതിൽ ഉണ്ട്. അങ്ങനെ പിന്നെ ഇങ്ങനെ നമ്മൾ ഇത് ആദ്യം കണ്ടപ്പോൾ വിചാരിച്ച് നമ്മളതാണ് വലിയ പ്രശ്നങ്ങളെന്ന്. പിന്നെ നമ്മൾ രാവിലെ ആയി പുറത്തൊക്കെ പോയി നോക്കി അട്ടമല പുണ്ണിച്ചൊക്കെ നോക്കിയപ്പോൾ നമ്മളെ പ്രശ്നങ്ങളൊന്നുമല്ല. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേസുകളാണ്. അവിടെയൊക്കെ നോക്കുമ്പോൾ അതിലും ഭയങ്കര ടെൻഷൻ. പിന്നെ ഇതൊന്നൊരു ടെൻഷൻ വലിയ ഒരു സംഭവമല്ല എന്ന് തോന്നുന്നു.